നമ്മളെല്ലാവരും ഉപയോഗിക്കുന്ന ആളുകളാണ്. നമ്മൾ ഒരു സ്ഥലത്തേക്ക് യാത്ര പോകുമ്പോൾ നമ്മൾ ഗൂഗിൾ മാപ്പിൽ ആ ഒരു സ്ഥലം സെർച്ച് ചെയ്ത് നമ്മൾ യാത്ര പോകും. യാത്രയിൽ പിഴവ് സംഭവിക്കാതെ നേരെ നിങ്ങൾക്ക് എത്താൻ സാധിക്കും. പലപ്പോഴും അപൂർവമായിട്ട് ചില ആളുകൾക്കൊക്കെ ഗൂഗിൾ മാപ്പിൽ അബദ്ധം സംഭവിക്കാറുണ്ടെങ്കിലും കൂടുതൽ ആളുകൾക്കും ഇത് വളരെ കൃത്യമായ ഒരു സഹായം തന്നെയാണ് ഗൂഗിൾ മാപ്പ്. എന്നാൽ നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കുന്നത് ഗൂഗിൾ മാപ്പിനേക്കാളും മികച്ച ഒരു മാപ്പ്. അപ്പോൾ ആ ഒരു മാപ്പ് നിങ്ങൾ ഉപയോഗിച്ച് നോക്കി കഴിഞ്ഞാൽ വളരെ യൂസ്ഫുൾ ആണ്. നിങ്ങൾ പോകുന്ന യാത്രയിൽ ഏതെങ്കിലും ബ്ലോക്കോ അല്ലെങ്കിൽ മറ്റേ തരത്തിൽ യാത്രക്ക് മുടക്കം വരുന്ന എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അത് നിങ്ങളെ അറിയിക്കുകയും മാത്രമല്ല എന്തെങ്കിലും ട്രാഫിക് ജാമോ മറ്റോ ഉണ്ടെങ്കിൽ അത് അറിയിക്കുകയും നിങ്ങൾക്ക് ട്രാഫിക് പോലീസിൻ്റെ പരിശോധന ഉണ്ടെങ്കിൽ അക്കാര്യം അറിയിക്കുകയൊക്കെ ചെയ്യും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ട്രാഫിക് ക്യാമറകളുണ്ടെങ്കിൽ അത് നിങ്ങളെ അറിയിക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ഏറ്റവും മികച്ച ഒരു മാപ്പാണ്. ഈ മാപ്പ് ഉപയോഗിച്ച് നിങ്ങൾ യാത്ര തുടരുകയാണെങ്കിൽ നിങ്ങൾക്ക് സേഫായിട്ട് യാത്ര ചെയ്യാൻ സാധിക്കും. അപ്പോൾ ആ ഒരു ആപ്പ് ഏതാണ് അതെങ്ങനെ ഉപയോഗിക്കുക എന്നുള്ളതൊക്കെയാണ് നോക്കുന്നത്. വീഡിയോ അവസാനം വരെ കണ്ടു നോക്കുക, തീർച്ചയായിട്ടും ഉപകാരം. ഗൂഗിൾ മാപ്പിനെ വെല്ലുന്ന ഈ ഒരു ആപ്പിൻ്റെ പേര് വാസ് എന്നാണ്. ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ കാണിക്കും. കണ്ടിന്യൂ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക, പെർമിഷൻസ് അലോ ചെയ്ത് കൊടുക്കുക. പെർമിഷൻസ് അലോ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ആപ്പ് ഇതുപോലെ ഓപ്പൺ ആയി വരും. സാധാരണ ഗൂഗിൾ മാപ്പ് ഉപയോഗിക്കുന്നത് സെർച്ച് നിങ്ങളുടെ ലൊക്കേഷൻ യാത്ര ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സ്ഥലങ്ങളൊക്കെ സെർച്ച് ചെയ്ത് കാണാൻ സാധിക്കും. ഓപ്പൺ ചെയ്യുമ്പോൾ ഇതുപോലെ കാണും. ഗെറ്റ് സ്റ്റാർട്ട് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇതുപോലെ കാണും. ഇവിടേക്കാണ് യാത്ര പോകണമെങ്കിൽ വേർ ടു എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പം ഞാൻ എയർപോർട്ടിലേക്കാണ്, കാലിക്കറ്റ് എയർപോർട്ടിലേക്കാണ് പോകുന്നതെങ്കിൽ ഞാൻ കാലിക്കറ്റ് എയർപോർട്ട് ഒന്ന് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം 5 കിലോമീറ്റർ പരിസരത്താണ് കാലിക്കറ്റ് എയർപോർട്ട് ഉള്ളത്. ഇവിടെ നിങ്ങൾക്ക് പാർക്കിങ്ങിൻ്റെ സ്ഥലം കൃത്യമായിട്ട് കാണാൻ സാധിക്കും. ഞാനിപ്പോൾ ഇവിടെ വ്യൂ റൂട്ട് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാണ്. ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഇതിനകത്ത് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് ഇവിടെ വെച്ച് കാണാൻ സാധിക്കും. യാത്ര പുറപ്പെടുന്നതിന് മുമ്പ് എത്ര മിനിറ്റാണ് യാത്ര ചെയ്യാനുള്ളതെന്നും എത്ര കിലോമീറ്റർ പരിധിയിലുണ്ടെന്നും ഡീറ്റെയിൽസ് ഇവിടെ കാണാൻ സാധിക്കും. നമുക്ക് യാത്ര പോകേണ്ട സ്ഥലം ഗോ നൗ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് കൊടുത്താൽ മതി, യാത്ര തുടരാൻ സാധിക്കും. നമുക്ക് യാത്ര പോകേണ്ട സ്ഥലങ്ങളിനകത്ത് എന്തെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ അത് മുഴുവൻ ഇതിനകത്ത് കാണിക്കും. നമ്മൾ ഈ മാപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ഓപ്പൺ ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് ഇവിടെ ഒരു ഐക്കൺ കാണാൻ സാധിക്കും, ഈ റൗണ്ട് ഐക്കൺ. ഇതിനകത്തൊന്ന് ക്ലിക്ക് ചെയ്താൽ നമുക്ക് ട്രാഫിക് എവിടേക്കാണുള്ളതെന്ന് ജസ്റ്റ് ക്ലിക്ക് കൊടുത്തു കഴിഞ്ഞാൽ ആ പോകാൻ ഉദ്ദേശിക്കുന്ന ട്രാഫിക് ഡീറ്റെയിൽസ് എവിടെയാണുള്ളതെന്ന് കണ്ടെത്താൻ സാധിക്കും. എവിടെ ഹെവി ട്രാഫിക്കോ മറ്റോ ഉണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് ആണെന്നുണ്ടെങ്കിൽ അത് സെൻഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ സ്ഥലത്തെത്തുമ്പോൾ ഇവിടെ കാണിക്കും. പോലീസ് ചെക്ക് പോസ്റ്റ് ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഇവിടെ വിസിബിൾ ആയിട്ടുള്ളതോ ഹിഡൻ ആയിട്ടുള്ളതോ ഏതെങ്കിലും പോലീസ് ട്രാഫിക് ഡീറ്റെയിൽസ് ഉണ്ടെങ്കിൽ അത് നമ്മൾ സെൻഡ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് നമുക്ക് കാണിച്ചു തരും. അതുപോലെ തന്നെ ക്രാഷ്, വാഹനം എവിടെയെങ്കിലും ആക്സിഡൻറ്റോ മറ്റോ ആയി ബ്ലോക്ക് ആയിട്ടുണ്ടെങ്കിൽ അത് ഭാഗം കാണാൻ സാധിക്കും. അതുപോലെ തന്നെ എവിടെയെങ്കിലും മാപ്പ് കിട്ടാത്ത സ്ഥലം ഉണ്ടെങ്കിൽ മാപ്പ് ഇഷ്യൂ ഉണ്ടെങ്കിൽ അത് കാണാൻ സാധിക്കും. സാധാരണ ഗൂഗിൾ മാപ്പിലൊക്കെ നമ്മൾ യാത്ര പോയി എവിടെയെങ്കിലും ബ്ലോക്ക് ആകുമ്പോൾ നമ്മളറിയാം. നേരത്തെ നമുക്ക് ബ്ലോക്ക് ആണെങ്കിൽ തന്നെ അത് ഇവിടെ വെച്ച് ആപ്പ് ഇഷ്യൂ എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്ത് ഏത് ഇഷ്യൂ ആണ് വേണ്ടതെങ്കിൽ ഏത് ഇഷ്യൂ ആണ് ചെക്ക് ചെയ്യണമെങ്കിൽ മാപ്പ് ഇഷ്യൂ ആണെങ്കിൽ മാപ്പ് ഇഷ്യൂ സെലക്ട് ചെയ്യുക. നിങ്ങൾക്ക് ഏതെങ്കിലും പുതുതായിട്ട് വൺ വേ വന്നിട്ടുണ്ടെങ്കിൽ അത്, അതുപോലെ തന്നെ ഇൻകറക്റ്റ് ജംഗ്ഷൻ ഡീറ്റെയിൽസ്, മിസ്സിംഗ് ബ്രൈഡ് ഓഫ് ദ ഓവർ പാസ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്കുണ്ടെങ്കിൽ ഏതെങ്കിലും റോഡ് മിസ്സായിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഇവിടെ കാണാൻ സാധിക്കും. ജസ്റ്റ് ഏതാണ് വേണ്ടത് അത് ക്ലിക്ക് ചെയ്ത് ജസ്റ്റ് സെൻഡ് ബട്ടൺ ക്ലിക്ക് കൊടുത്താൽ മതി. നമുക്ക് ആ സമയം വരുമ്പോൾ റിപ്പോർട്ട് കാണിക്കും. അതുതന്നെ നമ്മൾ യാത്ര തുടരുമ്പോൾ ആ സ്ഥലത്തുമ്പോൾ നിങ്ങൾ അറിയിക്കുകയും ചെയ്യും. വളരെ യൂസ്ഫുള്ളാണ്. സാധാരണ നിങ്ങൾക്ക് ഗൂഗിൾ മാപ്പ് ഉപയോഗിക്കുന്നതിനേക്കാൾ ഏറ്റവും മികച്ച ഒരു മാപ്പാണ്. ഈ ആപ്പ് ഡൗൺലോഡ് ചെയ്യാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്, അതിൽ ക്ലിക്ക് ചെയ്തോടെ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലുള്ള വ്യത്യസ്ത മാർഗങ്ങളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.